സിവിൽ കെമിക്കൽ മെക്കാനിക്കൽ ബ്രാഞ്ചുകളിൽ ബിടെക് ഡിഗ്രി പൂർത്തിയാക്കിയവർക്ക് വളരെ വലിയൊരു അവസരം ഒരുക്കുകയാണ് കേരള പി എസ് സി. റീസെൻ്റ് ആയിട്ട് കഴിഞ്ഞ കേരള പി എസ് സിയുടെ കമ്മീഷൻ യോഗത്തിൽ കേരള വാട്ടർ അതോറിറ്റി ഡിപ്പാർട്ട്മെന്റിലേക്കുള്ള അസിസ്റ്റന്റ് എഞ്ചിനീയർ പോസ്റ്റിന്റെ നോട്ടിഫിക്കേഷൻ പുറപ്പെടുവിക്കാനുള്ള തീരുമാനമായിട്ടുണ്ട്. ഇപ്പോൾ 2026 സ്റ്റാർട്ടിങ്ങിൽ വലിയൊരു മികച്ച അവസരം ഒരുക്കുകയാണ് സിവിൽ മെക്കാനിക്കൽ കെമിക്കൽ ഗ്രാജുവേറ്റ്സിന് വേണ്ടി കേരള പി എസ് സി. ഇപ്പോൾ ലാസ്റ്റ് ഇതിൻ്റെ എക്സാം ഡീറ്റെയിൽസിലേക്ക് നമുക്കൊന്ന് പോകാം. ലാസ്റ്റ് ടൈം ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ മെൻഷൻ ചെയ്തിരുന്നത് ബിടെക് ഡിഗ്രിയും സിവിൽ മെക്കാനിക്കൽ കെമിക്കൽ ആയിരുന്നു. ഇനിയും സ്കെയിൽ ഓഫ് പേ വളരെ അട്രാക്റ്റീവ് ആണ്, 55,000 to 1,15,000. ഇനി ഏജ് ലിമിറ്റ് നോക്കുവാണെങ്കിൽ ഒരു വലിയൊരു ബാൻഡ് ഗ്യാപ്പ് ഉള്ള ഒരു ഏജ് ലിമിറ്റ് ആണ് 19 to 40. അപ്പം ചില എക്സാമുകളുടെയൊക്കെ ഏജ് ലിമിറ്റ്സ് നോക്കുവാണെങ്കിൽ ജനറൽ കാറ്റഗറിക്ക് 35 ആണ്. ഇവിടെ നമ്മൾ നോക്കുവാണെങ്കിൽ 40 ഇയേഴ്സ് വരെ ഉള്ളവർക്ക് നമുക്ക് എന്ത് ചെയ്യാം, അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതൊരു മികച്ച അവസരമാണ്. ഇനിയും ലാസ്റ്റ് ടൈമിൽ ഇതിൻ്റെ എക്സാമിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നിരുന്നത് 2022 അധികം ഡിലേ ഇല്ല തന്നെ ഇതിൻ്റെ എക്സാം പി എസ് സി ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ടായിരുന്നു. എക്സാം നടത്തി സെപ്റ്റംബർ മാസം 2023 ഇതിൻ്റെ റാങ്ക് ലിസ്റ്റ് പുറപ്പെടുവിച്ചത്. നമുക്കറിയാം 50,000 പേരായിരുന്നു ഏകദേശം ഈ എക്സാമിന് അപ്ലൈ ചെയ്തത്. ഇപ്പോൾ സിവിൽ കെമിക്കൽ മെക്കാനിക്കൽ ബ്രാഞ്ചിലെ 3 ഡിപ്പാർട്ട്മെൻറ്റിലെ ഉദ്യോഗാർത്ഥികൾ അപ്ലൈ ചെയ്ത പോസ്റ്റാണ്. ഇപ്പം നമ്മൾ ആവറേജ് ആയിട്ട് ഇപ്പം സിവിൽ അല്ലെങ്കിൽ മെക്കാനിക്കൽ എക്സാംസ് ഒക്കെ നടക്കുമ്പോൾ 30,000 ഓഡിയൻസ് ഒക്കെയാണ് നമുക്ക് എന്ത് ചെയ്യുന്നത് ഈ എക്സാമിന് അപ്ലൈ ചെയ്യുന്നത് കാൻഡിഡേറ്റ്സ്. പക്ഷേ ഈ 3 ബ്രാഞ്ചിലും കൂടെ അപ്ലൈ ചെയ്തത് ഒരു 50,000 ആളുകളായിരുന്നു. എക്സാമിന് കൺഫർമേഷൻ കൊടുത്തത് 40,000 ആളുകളായിരുന്നു. ഇനിയും കട്ട് ഓഫ് മാർക്ക് വന്നിരുന്നത് 47.33. ഓക്കെ, അപ്പോൾ 3 ബ്രാഞ്ചിലെയും കൂടെ നമുക്ക് സബ്ജക്ട്സ് പഠിക്കാനുള്ളതുകൊണ്ട് ഇപ്പോൾ സിവിൽ അല്ലെങ്കിൽ മെക്കാനിക്കൽ എക്സാംസ് ഒക്കെ നടക്കുമ്പോൾ ഈ തരത്തിലുള്ള എക്സാംസ് നടക്കുമ്പോൾ നമ്മുടെ കട്ട് ഓഫ് മാർക്ക് ഏകദേശം 60s പോകാറുണ്ട്. പക്ഷേ ഇതിൻ്റെ കട്ട് ഓഫ് മാർക്ക് വന്നിരുന്നത് 47.33 ആയിരുന്നു. ഇനി മാക്സിമം മാർക്ക് റിട്ടൺ ടെസ്റ്റ് ലഭിച്ചത് ആൾക്ക് 69.33 ആയിരുന്നു. അത് നമ്മുടെ സ്റ്റുഡൻ്റ് ആയിരുന്ന മുഹമ്മദ് ഷമീമിനായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആദ്യ പി എസ് സി എക്സാമിൽ ഫസ്റ്റ് റാങ്കോടാണ് ഈ എക്സാം അദ്ദേഹം ക്രാക്ക് ചെയ്തത്. ഇപ്പോൾ ടോട്ടൽ അഡ്വൈസ് ഇതുവരെ 166 പേർക്ക് ലഭിച്ചിട്ടുണ്ട്. ഓക്കെ, മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന 208 ആളുകളെയാണ്. ഇപ്പോൾ ഏകദേശം 40,000 ആളുകൾ അപ്ലൈ ചെയ്ത ജോബിന് 166 പേർക്ക് ഇതുവരെ അഡ്വൈസ് ലഭിച്ചു. അപ്പോൾ നമുക്കറിയാം സിവിൽ ഉദ്യോഗാർത്ഥികൾക്ക് ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റ്, അതേപോലെ LSGD, ഗ്രൗണ്ട് വാട്ടർ, അങ്ങനെ ഹാർബർ തുടങ്ങിയ ഡിപ്പാർട്ട്മെൻറ്റുകളിൽ നിരന്തരമായിട്ടുള്ള നോട്ടിഫിക്കേഷൻസ് വരാറുണ്ട്. ഇനിയും മെക്കാനിക്കലുകാരെ സംബന്ധിച്ചിടത്തോളം കെമിക്കലുകാരെ സംബന്ധിച്ചിടത്തോളം കിട്ടാവുന്ന ഏറ്റവും വലിയൊരു മികച്ച അവസരമാണ്. കാരണം ഈ തലത്തിൽ നടക്കുന്ന ഒരു എക്സാംസിൽ 100 മേളിൽ പോകുന്ന അഡ്വൈസിൽ ഇങ്ങനെയുള്ള നോട്ടിഫിക്കേഷൻസ് വരുന്നത് വളരെ ചുരുക്കമാണ്. സോ ഇത് വലിയൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് കണ്ട് നിങ്ങൾ എന്തായാലും ഇതിന് വേണ്ട എല്ലാ പ്രിപ്പറേഷൻസും എത്രയും പെട്ടെന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യുക. ഇനിയും ഇതിൻ്റെ എക്സാം എപ്പോഴായിരിക്കും? ഓക്കെ, നമുക്കിതിൻ്റെ എക്സാം എന്തായാലും കേരള പി എസ് സിയുടെ എക്സാം ട്രെൻഡുകളൊക്കെ നോക്കുവാണെങ്കിൽ വളരെ ഫാസ്റ്റാണ്. ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് ട്രേഡ്സ്മാൻ സ്മിത്തിയുടെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, നോട്ടിഫിക്കേഷൻ വന്നിട്ട് ആ നോട്ടിഫിക്കേഷൻ്റെ ലാസ്റ്റ് ഡേറ്റ് കഴിഞ്ഞ് തൊട്ടടുത്ത മാസം തന്നെ എക്സാമിൻ്റെ ഡേറ്റ് അനൗൺസ് ചെയ്തു. ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് നമ്മൾ നടത്തുന്ന കുറേ എക്സാമുകളുടെ കോച്ചിങ്ങിൻ്റെയൊക്കെ നമ്മൾ ട്രെൻഡ് നോക്കുവാണെങ്കിൽ നോട്ടിഫിക്കേഷൻ വന്നാലുടൻ ആപ്ലിക്കേഷൻ ഡേറ്റ് കഴിഞ്ഞാൽ ഒരു വിത്തിൻ 1 month ഒക്കെ എക്സാം ഡേറ്റ് നോട്ടിഫൈ ചെയ്യാറുണ്ട്. അപ്പോൾ നമുക്കിതിൻ്റെ ഒരു എക്സാം ഡേറ്റ് ഏകദേശം ഒരു മെയ് ജൂണിലേക്ക് പ്രതീക്ഷിക്കാം. നമുക്കിനിയുള്ള ഏകദേശം ഒരു 4 to 5 months ആണ്. ആ 5 monthsനുള്ളിൽ എങ്ങനെ ഈ എക്സാം ക്രാക്ക് ചെയ്യണം എന്നുള്ള കൃത്യമായിട്ടുള്ള ഒരു സ്റ്റഡി സ്ട്രാറ്റജിയാണ് നമ്മൾ ഉണ്ടാക്കേണ്ടത്. ആദ്യമായിട്ട് ഇതിൻ്റെ സിലബസ് എന്താണ്? ഓക്കെ, സിലബസ് നമുക്ക് ഏത് ഓർഡറിൽ പഠിക്കണം, ഏതൊക്കെയാണ് ഡെപ്തുള്ള പോർഷൻസ്, ഇനിയും ഏതൊക്കെ ഏരിയാസിൽ നിന്നാണ് കൂടുതലും പ്രോബ്ലംസ് ചോദിക്കുന്നത്. അപ്പം കൃത്യമായിട്ടുള്ളൊരു ഗൈഡൻസ് പഠിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഈ എക്സാംസ് ക്രാക്ക് ചെയ്ത് എടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടി നമ്മളൊരു ഫ്രീ വെബിനാർ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ആ വെബിനാറിൽ 3 ഡിപ്പാർട്ട്മെൻറ്റിലെ നമ്മുടെ ഫാക്കൽറ്റി എക്സ്പേർട്സ് വന്നിട്ട് സിലബസിനെ പറ്റി കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്ക് വിശദീകരിച്ച് തരുന്നുണ്ടാവും. ഇനി ലാസ്റ്റ് കേരള പി എസ് സി ഈ എക്സാം നടത്തിയപ്പോഴുള്ള എക്സാമിൻ്റെ പാറ്റേൺ എത്രത്തോളം എന്തായിരുന്നു, ക്വസ്റ്റ്യൻസിൻ്റെ ലെവൽ എന്താണ്, ഇനിയും റീസെൻ്റ് ആയിട്ട് നടക്കുന്ന സിവിൽ മെക്കാനിക്കൽ കെമിക്കൽ എക്സാംസിൻ്റെയൊക്കെ എക്സാം പാറ്റേൺ എന്താണ്, കൂടുതലും സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ആണോ, എത്രത്തോളം പെർസെൻറ്റേജ് നമുക്ക് പ്രോബ്ലംസ് ഉൾപ്പെടുത്തുന്നുണ്ട്, എത്രത്തോളം സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്, ഇനിയും സിലബസിൽ ഡെപ്ത് എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് പി എസ് സി ചോദിക്കുന്നത്. ചില സ്ട്രീംസിലൊക്കെ എക്സാംസ് നടത്തുമ്പോൾ അവരൊരു സിലബസ് മെൻഷൻ ചെയ്താൽ പോലും വെയിറ്റേജിൽ കാര്യമായിട്ടുള്ള വ്യത്യാസങ്ങൾ വരാറുണ്ട്. വെയിറ്റേജ് മെൻഷൻ ചെയ്യാറുണ്ട്, സ്റ്റിൽ വെയിറ്റേജിൽ കാര്യമായിട്ടുള്ള വ്യത്യാസം വരാറുണ്ട്. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കി വേണം നിങ്ങൾ പഠിക്കാൻ. ഇനിയും ചില ഏരിയാസ് അവർ നല്ല രീതിയിൽ ഡെപ്തിൽ പോകാറുണ്ട്. അപ്പോൾ നമുക്ക് ആ സിലബസിൽ മെൻഷൻ ചെയ്തേക്കുന്ന ഹെഡേഴ്സിനടിയിൽ തന്നെ ആ ടോപ്പിക്സ് വരണമെന്നില്ല, നമ്മൾ കുറച്ചുകൂടെ ഡെപ്തിൽ ഇറങ്ങി പഠിക്കേണ്ടതായിട്ട് വരും. ഇപ്പം നിങ്ങൾക്കറിയാം, നമ്മൾ കഴിഞ്ഞ ഒരു
6 വർഷക്കാലമായിട്ട് നമ്മൾ ഡിഫറെൻറ്റ് സ്ട്രീംസിലെ എക്സാം കോച്ചിങ്, ടെക്നിക്കൽ എക്സാമുകളുടെ കോച്ചിങ് നടത്തി വരുവാണ്. ഓക്കെ, അതിൽ സിവിൽ, മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ, കമ്പ്യൂട്ടർ സയൻസ്, ഇലക്ട്രോണിക്സ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ITI തലത്തിൽ മുതൽ MTech ക്വാളിഫിക്കേഷൻ വരുന്ന ലൈക്ക് അസിസ്റ്റന്റ് പ്രൊഫസർ, അതേപോലെ തന്നെ നമുക്ക് മെക്കാനിക്കൽ, ഓവർസിയർ, ട്രേഡ്സ്മാൻ, ജൂനിയർ ഇൻസ്ട്രക്ടർ, ഇങ്ങനെയുള്ള എല്ലാ എക്സാമുകളുടെ കോച്ചിങ് നമ്മൾ നടത്തി വരുവാണ്. ഇപ്പോൾ ഡിഫറെൻറ്റ് ടീംസിലെ ഡിഫറെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്സിലെ ഫാക്കൽറ്റി എക്സ്പേർട്സ് നടത്തുന്ന ഒരു കോച്ചിങ് ആണ് നമുക്കുള്ളത്. ഇപ്പോൾ നമ്മൾ നടത്തിയ എക്സാമുകളുടെ എല്ലാം തന്നെ റിസൾട്ട്സ് പബ്ലിഷ് ചെയ്ത സമയത്ത് ആ റാങ്ക് ലിസ്റ്റുകളിലൊക്കെ വലിയൊരു വിജയശതമാനം നമുക്ക് കാഴ്ചവെക്കാൻ സാധിച്ചു. റാങ്ക് ലിസ്റ്റിൻ്റെ ടോപ്പ് റാങ്കുകൾ നമുക്ക് നേടാൻ സാധിച്ചു. ഇപ്പം റീസെൻ്റ് ആയിട്ട് ഇപ്പം നമ്മൾ പറയുകയാണ് അസിസ്റ്റന്റ് എഞ്ചിനീയർ വാട്ടർ അതോറിറ്റി ഫസ്റ്റ് റാങ്ക് നമുക്ക് ലഭിച്ചത്. ധാരാളം സ്റ്റുഡൻസ് ഇവിടെ ഏണസ്റ്റ് അക്കാഡമി ചൂസ് ചെയ്തു. നല്ലൊരു ശതമാനം സ്റ്റുഡൻസിന് ഇതിനോടകം അഡ്വൈസ് ലഭിച്ച് അവർ ജോലിയിൽ പ്രവേശിച്ച് ഇരിക്കുകയാണ്. ഇനിയും ഈ ഫസ്റ്റ് റാങ്ക് നേടിയ മുഹമ്മദ് ഷമീം നമ്മുടെ 3 കോഴ്സുകളായിരുന്നു ജോയിൻ ചെയ്തത്. അതിൽ പോളിടെക്നിക് ലെക്ചറിന് അദ്ദേഹത്തിന് സെക്കൻഡ് റാങ്ക് ലഭിച്ചു. ഇപ്പോൾ പോളിടെക്നിക് ലെക്ചറായിട്ട് അദ്ദേഹം വർക്ക് ചെയ്യുകയാണ്. ഓക്കെ, ഇവിടെ ഡിഫറെൻറ്റ് സ്ട്രീംസിലെ കോച്ചിങ് നമ്മൾ നടത്തുന്നുണ്ട്. ഇപ്പോഴാ നമ്മൾ നടത്തിയ എക്സാംസിലൊക്കെ നമുക്ക് വലിയ മികച്ച ഒരു വിജയം കൈവരിക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ഫാക്കൽറ്റി എക്സ്പേർട്സ് നയിക്കുന്ന കോഴ്സിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങളുടെ പ്രിപ്പറേഷൻസിനെ നെക്സ്റ്റ് ലെവലിലേക്ക് ഉയർത്താം. ഇനിയും ഞാൻ വെബിനാറിലേക്ക് തിരിച്ചു വരാം. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ ചിലപ്പം ഒറ്റയ്ക്ക് ഇരുന്ന് പഠിക്കുന്നവരായിരിക്കും, അല്ലെങ്കിൽ ഒരു സ്റ്റഡീസ് സർക്കിളിൽ നിന്ന് പഠിക്കുന്നവരായിരിക്കും, ലൈക്ക് കമ്പൈൻ സ്റ്റഡി, അല്ലെങ്കിൽ നിങ്ങൾ കോച്ചിങ്ങിലൂടെ പഠിക്കുന്നവരായിരിക്കും. എവിടെ പോയാലും നിങ്ങളുടെ ഇപ്പോഴുള്ള ലെവലിനെ നെക്സ്റ്റ് ലെവലിലേക്ക് ഉയർത്താൻ ഞാൻ പറഞ്ഞല്ലോ കൃത്യമായിട്ടുള്ളൊരു ഗൈഡൻസ് ആണ് നിങ്ങൾക്ക് വേണ്ടത്. ഇവിടെ വെബിനാറിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ വെബിനാർ ഗൈഡൻസ് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ വെബിനാറിൽ ജോയിൻ ചെയ്യാനായിട്ട് നമ്മുടെ കമൻറ്റ് ബോക്സിൽ കാണുന്ന ഗൂഗിൾ ഫോം നിങ്ങൾ ഫില്ല് ചെയ്യുക. കൃത്യസമയത്ത് നിങ്ങളെ ഞങ്ങൾ നോട്ടിഫൈ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ഇപ്പോൾ എന്തായാലും മെക്കാനിക്കലുകാർക്ക് ഒരു വലിയൊരു അവസരമാണ്. കാരണം ഞാൻ മെൻഷൻ ചെയ്ത പോലെ തന്നെ റീസെൻ്റ് ആയിട്ട് ഇപ്പം 2 ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് മെക്കാനിക്കലിൻ്റെ ഈ പോസ്റ്റുകൾ ഉണ്ടായിരുന്നു. ആ ടൈമിലാണ് ഈ ഒരു പോസ്റ്റും കൂടെ വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ക്ലബ് ചെയ്ത് നിങ്ങളുടെ പ്രിപ്പറേഷൻസ് കൊണ്ടുപോകാം. ഓക്കെ, സിവിലുകാർക്കും നമുക്ക് റീസെൻ്റ് ആയിട്ട് കുറേ അധികം നോട്ടിഫിക്കേഷൻസ് ഉണ്ടായിരുന്നു. ഇനിയും കെമിക്കലുകാരെ സംബന്ധിച്ചിടത്തോളം ഇതേപോലെ അഡ്വൈസ് ലഭിക്കുന്ന വേറൊരു ഓപ്പർച്യൂണിറ്റി വേറെയില്ല. അപ്പോൾ നിങ്ങളെല്ലാവരും നല്ല രീതിയിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് ഈ അവസരം നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യുക. നമ്മുടെ കോച്ചിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇപ്പം നിങ്ങളുടെ സാഹചര്യം എന്തോ ആയിക്കോട്ടെ, ചിലപ്പോൾ നിങ്ങളുടെ ആദ്യത്തെ PSC എക്സാം ആകാം, അല്ലെങ്കിൽ നിങ്ങളുടെ കരിയർ ഗ്യാപ്പിന് ശേഷമായിരിക്കാം, നിങ്ങൾ ഒരു ലോങ് ടൈം കരിയർ ഗ്യാപ്പിന് ശേഷമായിരിക്കാം നിങ്ങൾ PSCയിലോട്ട് തിരിച്ചു വരുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ ജോലിയോടൊപ്പം പഠിക്കുന്നവരായിരിക്കാം. ഒരൊറ്റ സൊല്യൂഷനേ ഉള്ളൂ, കൃത്യമായിട്ടുള്ള ഗൈഡൻസിൽ പഠിക്കുക എന്നുള്ളത്. ഇപ്പം നമ്മുടെ കോച്ചിങ്ങിൽ ജോയിൻ ചെയ്താൽ ഉറപ്പായിട്ട് നിങ്ങളുടെ പ്രിപ്പറേഷൻസിനെ നെക്സ്റ്റ് ലെവലിലേക്ക് ഉയർത്താൻ പറ്റും. നിങ്ങൾ നമ്മുടെ യൂട്യൂബ് സ്പേസിലെ സക്സസ് സ്റ്റോറീസ് നോക്കുക. ഡിഫറെൻറ്റ് സ്റ്റോറീസ് ഉള്ള ആൾക്കാരാണ് ഈ പറഞ്ഞേക്കുന്ന എക്സാംസ് ഒക്കെ ക്രാക്ക് ചെയ്തേക്കുന്നത്. അതെന്തായാലും നിങ്ങൾക്ക് നിങ്ങളുടെ കോൺഫിഡൻസിനെ കുറച്ചുകൂടെ എന്തായാലും ബൂസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഞാൻ മെൻഷൻ ചെയ്ത പോലെ നമ്മുടെ കോഴ്സിൽ ജോയിൻ ചെയ്യാനും വെബിനാർ ജോയിൻ ചെയ്യാനുമായിട്ട് കമൻറ്റ് ബോക്സിൽ കാണുന്ന ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുക. കൂടുതൽ ജോബ് അപ്ഡേറ്റ്സിന് വേണ്ടി ചാനൽ ഫോളോ ചെയ്യുക. നിങ്ങളുടെ പ്രിപ്പറേഷൻസ് ഓൾ ദി ബെസ്റ്റ്. താങ്ക്സ്.